ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 20-21 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കോഴ്സായി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മുഴുവൻ നോട്ടുകളും അതേപോലെ ക്ലാസ്സുകളും ഈ ഒരു റെക്കോർഡ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. നിങ്ങൾക്ക് 399 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പരിശീലിക്കുക. അതേപോലെ ഈ ഒരു എക്സാമിന്റെ ഫുൾ സിലബസ് കവറേജ് കിട്ടുവാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് ഫുൾ കവറേജ് ചെയ്തുകൊണ്ട് NCERT SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് സ്വന്തമാക്കൂ. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 ഏപ്രിലിൽ കരസേനയുടെ ലക്നൗ ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതലയേറ്റത് ആരെന്നാണ് ഓർത്തുവെക്കുക. CJ ജയചന്ദ്രനാണ്. ആരാണ്? CJ ജയചന്ദ്രനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹം എന്താണ്? സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടാണ് ചുമതലയേറ്റിരിക്കുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് 2026 ഏപ്രിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം എന്താണ്? നമ്മുടെ കാർഗിൽ യുദ്ധത്തിലേക്ക് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, ഒരു ഓഫീസർ കൂടിയാണ്. ആരാണ്? CJ ജയചന്ദ്രൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പം മലയാളികൾക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം എന്താണ്? സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. ലക്നൗ ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ട് അദ്ദേഹം ചുമതലയേറ്റിരിക്കുകയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക. CJ ജയചന്ദ്രനാണ്. ഇനി മറ്റൊരു അപ്പോയിന്റ്മെന്റ് നമ്മൾ നോക്കുകയാണ്. 2026 ഏപ്രിലിൽ രാജ്യസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരെന്നാണ്. എന്താണ്? 2026 ഏപ്രിലിൽ രാജ്യസഭ സെക്രട്ടറിയായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ് ഓർത്തു വെക്കുക. KS സോമശേഖർ ആണ്. ആരാണ്? KS സോമശേഖർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു രാജ്യസഭാ സെക്രട്ടറി ആയിട്ടാണ്. അപ്പോൾ ഓർത്തു വെക്കുക, രാജ്യസഭയിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു അപ്പോയിന്റ്മെന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. രാജ്യസഭാ സെക്രട്ടറി ആയിട്ടാണ് ആര് ചുമതലയേറ്റിരിക്കുന്നത്? KS സോമശേഖർ ചുമതലയേറ്റിരിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? അത് ഹരിവംശ് നാരായൺ സിംഗ് ആയിരുന്നു. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആയിരുന്നു രാജ്യസഭയുടെ എന്താണ് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്? രാജ്യസഭ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, KS സോമശേഖർ ആണ്. അതേപോലെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഈ ഒരു മാസം തന്നെ, അതായത് ഏപ്രിൽ 2026 ഏപ്രിലിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? അത് ഹരിവംശ് നാരായൺ സിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എന്താണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം രാജ്യസഭയിലേക്ക് വന്നത്. അങ്ങനെ അദ്ദേഹം എന്താണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക, ഹരിവംശ് നാരായൺ സിംഗ്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രാജ്യസഭ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്. അത് ഓർത്തു വെക്കുക, KS സോമശേഖർ ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് സീനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അജിത് അഗാർക്കർ ആണ്. ആരാണ്? അജിത് അഗാർക്കർ ആണ് ഈ ഒരു പൊസിഷൻ വഹിക്കുന്നത്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് സീനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ കാലാവധി? BCCI എന്താണ് 1 വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 2027 ജൂൺ വരെ അദ്ദേഹം എന്താണ് ഈ ഒരു പൊസിഷൻ തന്നെ വഹിക്കുന്നതായിരിക്കും. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് സീനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നതായിരിക്കും 2027 ജൂൺ വരെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തെ കൂടി BCCI നീട്ടിയിരിക്കുകയാണ്. ആരാണ് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അജിത് അഗാർക്കർ ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സാത്വി സതീഷ് സെയിലാണ്. ആരാണ്? സാത്വി സതീഷ് സെയിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2026 നടന്ന ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഗോവയിൽ നിന്നുള്ള വ്യക്തിയാണ്. ആരാണ്? സാത്വി സതീഷ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഗോവയിൽ നിന്ന് വന്നിട്ടുള്ള സാത്വി സതീഷ് ആണ് 2026 ഫെമിന മിസ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ഇനി എന്താണ്? സാത്വി സതീഷ് ആയിരിക്കും മിസ് വേൾഡിന് വേണ്ടിയിട്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഗോവയിൽ നിന്ന് വന്നിട്ടുള്ള സാത്വി സതീഷ് ആണ് ഈ ഒരു കിരീടം നേടിയത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി 61ാമത് പതിപ്പാണ് 2026 നടന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? ഫെമിന മിസ് ഇന്ത്യയുടെ 61ാമത് പതിപ്പാണ് 2026 നടന്നത്. വേദി എവിടെയായിരുന്നു? ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ഭുവനേശ്വറിൽ വെച്ചിട്ടാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. അപ്പോൾ 2026 ഫെമിന മിസ് വേൾഡ് കിരീടം നേടിയ വ്യക്തി ആരാണ്? സാത്വി സതീഷ് സെയിലാണ്.
ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പോർട്ട് ഏതാണെന്ന് ഓർത്ത് വെക്കുക, ബ്ലൂംബെർഗിന്റെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ 2026 ഏപ്രിലിലെ ബ്ലൂംബെർഗ് കോടീശ്വര സൂചിക റിപ്പോർട്ട് പ്രകാരം മുകേഷ് അംബാനിയെ മറികടന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഗൗതം അദാനിയാണ്. ആരാണ്? ഗൗതം അദാനിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് റിപ്പോർട്ട് പ്രകാരമാണ്? 2026 ഏപ്രിൽ വരെയുള്ള റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ബ്ലൂംബെർഗിന്റെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം നമുക്കറിയാം എന്താണ്, മില്യണേഴ്സിനെ കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ്, മുകേഷ് അംബാനിയെ മറികടന്നിരിക്കുകയാണ്. ആരാണ്? ഗൗതം അദാനി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനിയെ മറികടന്നുകൊണ്ട് ഗൗതം ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ഗൗതം അദാനി ഇന്ത്യയിലെയും അതേപോലെ തന്നെ ഏഷ്യയിലെയും തന്നെ കോടീശ്വരനായിട്ടുള്ള ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏത് റിപ്പോർട്ടാണെന്ന് പറഞ്ഞു? 2026 ഏപ്രിൽ വരെയുള്ള റിപ്പോർട്ടാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇതിൽ വീണ്ടും അപ്ഡേഷൻ സംഭവിക്കാവുന്നതാണ്. ഇതൊരു ഡെയിലി റിപ്പോർട്ടാണ്. ആ ഒരു റിപ്പോർട്ടിലെ 2026 ഏപ്രിൽ വരെയുള്ള റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു കണക്ക്. അപ്പോൾ ഇതിൽ അപ്ഡേഷൻ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇന്ത്യയിലെയും അതേപോലെ ഏഷ്യയിലെയും അത് ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് ആരാണ്? അത് ഗൗതം അദാനിയാണ്. ഇനി നമ്മൾ പ്രൊജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 2026 ഏപ്രിലിൽ ഇന്ത്യയിൽ എത്തിച്ച 4 ചീറ്റപ്പുലികളെ പാർപ്പിച്ച സുവോളജിക്കൽ പാർക്ക് ഏതെന്നാണ്. ഓർത്തു വെക്കുക, ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് പാർപ്പിച്ചിരിക്കുന്നത്. എന്താണ്? ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. കർണാടകയിലുള്ള ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ്. എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 2026 ഏപ്രിലിൽ ഇന്ത്യയിൽ എത്തിച്ച 4 ചീറ്റപ്പുലികളെ പാർപ്പിച്ചിരിക്കുന്ന സുവോളജിക്കൽ പാർക്കാണിത്. നമുക്കറിയാം, പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും, പുറത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ചീറ്റപ്പുലികളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ചീറ്റ എന്നാണ് ആരംഭിച്ചത്? ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2022 സെപ്റ്റംബറിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെയും പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. ചീറ്റപ്പുലികളെ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഓർത്തു വെക്കുക. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് 2026 ഏപ്രിലിൽ കൊണ്ടുവന്നത്. അവയെ എവിടെയാണ് പാർപ്പിച്ചതെന്ന് ഓർത്തു വെക്കുക. ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ കപ്പൽ ഏതെന്നാണ്. ഓർത്തു വെക്കുക, സൻമാർ ഹെറാൾഡ് ആണ്. എന്താണ്? സൻമാർ ഹെറാൾഡ് എന്നുള്ള കപ്പലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു കപ്പൽ ഇറാൻ ആക്രമിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ അനുവാദം നൽകിയിട്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ പാസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന കപ്പലായിരുന്നു സൻമാർ ഹെറാൾഡ്. അപ്പോൾ ഈ ഒരു കപ്പലിനെതിരെ ഇറാൻ തന്നെ ആക്രമണം നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പൽ മാത്രമല്ല, ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ഒരു ബൾക്ക് കാരിയറിനും കൂടി ഇതേപോലെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് നമ്മൾ നിരവധി പോയിന്റുകൾ ഇതിനകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ഒന്നിച്ചാക്കി തന്നെ ഒരുമിച്ച് തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, അടുത്തിടെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ കപ്പൽ ഏതാണ്? അത് സൻമാർ ഹെറാൾഡ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഗംഗ എക്സ്പ്രസ് വേ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്. എന്താണ്? ഗംഗ എക്സ്പ്രസ് വേ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്. ഓർത്തു വെക്കാം, ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഗംഗ എക്സ്പ്രസ് വേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2026 ഏപ്രിലിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം ഇതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സ്പ്രസ് വേ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക. ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയെന്നാണ്. എന്താണ് പ്രത്യേകത? ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ദുബായിലാണ്. ഓർത്തു വെക്കുക, ദുബായിലാണ് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. യാത്രാ സമയം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ വ്യോമ ഗതാഗതം ഉപയോഗിച്ച് ഈ നഗര മൊബിലിറ്റി പുനർനിർണ്ണയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നത് ദുബായിലാണെന്ന് പറഞ്ഞു. ദുബായ് വിമാനത്താവളത്തിന് അടുത്തായിട്ടാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ദുബായ്. ഓർത്തു വെക്കുക, ദുബായ് ഇന്റർനാഷണൽ വെർട്ടിപ്പോർട്ട് ആണ്. ഓർത്തു വെക്കുക, വെർട്ടിപ്പോർട്ട്, ദുബായ് ഇന്റർനാഷണൽ വെർട്ടിപ്പോർട്ട് ആണ്. അപ്പോൾ എവിടെയാണ് ഇത് നിലവിൽ വന്നത്? ദുബായിലാണ് നിലവിൽ വന്നത്. എന്താണ് പ്രത്യേകത? ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷനാണ് നിലവിൽ വന്നിരിക്കുന്നത്.
ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഫിഡെ വേൾഡ് റാപ്പിഡ് അണ്ടർ 12 ഗേൾസ് ചാമ്പ്യൻ ആയത് ആരെന്നാണ്. ഓർത്തു വെക്കുക, AS ഷർവാണികയാണ്. ആരാണ്? AS ഷർവാണികയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2026 ഫിഡെ വേൾഡ് റാപ്പിഡ് അണ്ടർ 12 ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ എന്താണ് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് AS ഷർവാണിക എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. തമിഴ്നാട്ടിൽ നിന്നുമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഈ ഒരു വേൾഡ് റാപ്പിഡിൽ രണ്ടാമത്തെ നേട്ടമാണ്, രണ്ടാമത്തെ കിരീട നേട്ടമാണ് ആര് നേടുന്നത്? AS ഷർവാണിക നേടുന്നത്. ഇതിനു മുമ്പ് അണ്ടർ 10 കോമ്പറ്റീഷനിലും എന്താണ് AS ഷർവാണിക ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, 2026 ഫിഡെ വേൾഡ് റാപ്പിഡ് അണ്ടർ 12 ഗേൾസ് ചാമ്പ്യൻ ആയത് ആരാണ്? AS ഷർവാണികയാണ്. അടുത്ത ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2026 ഏപ്രിലിൽ അന്തരിച്ച ഫ്രഞ്ച് ഹോളിവുഡ് ചലച്ചിത്ര നടി ആരെന്നാണ്. ഓർത്തു വെക്കുക, നതാലി ബയേയാണ്. ആരാണ്? നതാലി ബയേയാണ്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു, എന്താണ് ഫ്രഞ്ച് ഹോളിവുഡ് ചലച്ചിത്ര നടിയാണ്. ആരാണ്? നതാലി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നതാലിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്നാണ് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. എന്താണ്? ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്നുള്ള ചിത്രം, അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, ഒരു വിയോഗമായിരുന്നു. 2026 ഏപ്രിലിൽ അന്തരിച്ച ഫ്രഞ്ച് ഹോളിവുഡ് ചലച്ചിത്ര നടി ആരെന്നാണ് നോക്കിയത്. ആരാണെന്ന് ഓർത്തു വെക്കുക, നതാലി ബയേയാണ്. PSC ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അറിവിടം സീരീസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു അറിവിടം സീരീസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ അറിവിടം ബുക്കുകൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും വളരെ ഇഷ്ടമായി പഠിക്കാൻ പറ്റുന്നുണ്ട്. അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇതിലെ കുറേ കൂടി ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി അറിവിടം പ്രാക്ടീസ് ബുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു ബുക്കിൽ സോഷ്യൽ സയൻസും അതേപോലെ സയൻസിലെയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. രണ്ടും കൂടി കൂട്ടിയിട്ട് സോഷ്യൽ സയൻസിൽ നിന്നും 2300 ക്വസ്റ്റ്യൻസും സയൻസിൽ നിന്നും 1800 ക്വസ്റ്റ്യൻസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, ധനതത്വശാസ്ത്രം, പൗരധർമ്മം എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ആകെ ഇതിനകത്ത് 4300-ലധികം ക്വസ്റ്റ്യൻസ് ആണ്, പരിശീലന ചോദ്യങ്ങളാണ് വരുന്നത്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ള SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള PYQസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സയൻസും സോഷ്യൽ സയൻസും കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഒരു ബുക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളിൽ നിന്ന് SCERT പാഠഭാഗങ്ങളിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പ്രീ ഓർഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബുക്ക് ഉടൻ തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രീ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2026 ഏപ്രിലിൽ കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതലയേറ്റത് ആരെന്നാണ്. CJ ജയചന്ദ്രനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 ഏപ്രിലിൽ രാജ്യസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരെന്നാണ്. KS സോമശേഖർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് സീനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്നാണ്. നമുക്കറിയാവുന്നതാണ്, അജിത് അഗാർക്കർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2026 ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയത് ആരെന്നാണ്. സാത്വി സതീഷ് സെയിലാണ്. അപ്പോൾ ഗോവയിൽ നിന്നുള്ള വ്യക്തിയാണ് ഈ വർഷം എന്താണ് ഫെമിന മിസ് ഇന്ത്യ കിരീടം നേടിയിരിക്കുന്നത്. മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? ഒഡീഷയിൽ വെച്ചിട്ടാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. ശേഷം നമ്മൾ നോക്കിയത് 2026 ഏപ്രിലിലെ ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക റിപ്പോർട്ട് പ്രകാരം മുകേഷ് അംബാനിയെ മറികടന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറിയ വ്യക്തി ആരെന്നാണ്. ഗൗതം അദാനിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു റിപ്പോർട്ടിൽ അപ്ഡേഷൻ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നീട് നമ്മൾ നോക്കിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 2026 ഏപ്രിൽ ഇന്ത്യയിൽ എത്തിച്ച 4 ചീറ്റപ്പുലികളെ പാർപ്പിച്ച സുവോളജിക്കൽ പാർക്ക് ഏതെന്നാണ്. ഭെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ കപ്പൽ ഏതെന്നാണ്. ഓർത്തുവെക്കുക, സാൻമാർ ഹെറാൾഡ് ആണ്. അപ്പോൾ ഈ ഒരു കപ്പലും അതേപോലെ ഒരു ബൾക്ക് കാരിയറും എന്താണ്, ഇന്ത്യയുടെ ഒരു ബൾക്ക് കാരിയറും ആക്രമിക്കപ്പെട്ടിരുന്നു. ഇറാനാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഗംഗ എക്സ്പ്രസ് വേ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്. ഉത്തർപ്രദേശിലാണ് ഗംഗ എക്സ്പ്രസ് വേ സ്ഥിതി ചെയ്യുന്നത്. 2026 ഏപ്രിലിൽ നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യത്തെ എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയെന്നാണ്. ദുബായിലാണ് ഇത്തരത്തിലൊരു എയർ ടാക്സി സ്റ്റേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ യാത്രാ സമയങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഫിഡെ വേൾഡ് റാപ്പിഡ് അണ്ടർ 12 ഗേൾസ് ചാമ്പ്യൻ ആയത് ആരെന്നാണ്. AS ഷർവാണികയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മളൊരു വിയോഗമാണ് നോക്കിയത്. 2026 ഏപ്രിൽ അന്തരിച്ച ഫ്രഞ്ച് ഹോളിവുഡ് ചലച്ചിത്ര നടി ആരെന്നാണ്. നതാലി ബയേയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും
ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്നുള്ള ചിത്രം. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി ആരെന്നാണ്? ഓപ്ഷൻ എ കീർത്തി സുരേഷ്, ഓപ്ഷൻ ബി സഞ്ജു സാംസൺ, ഓപ്ഷൻ സി മമ്മൂട്ടി, ഓപ്ഷൻ ഡി മോഹൻലാൽ. അടുത്ത ചോദ്യം ഇതാണ്: യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കർണാടക. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ഏപ്രിലിൽ സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, KV രമണമൂർത്തിയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ധൊലേരയിലാണ് ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.